ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ടൂസ് അക്കാഡമി. നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ എക്സാമിനേഷന് വരുന്ന കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ കട്ട് കോപ്പി പേസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് എക്സാമിനേഷന് വരും എന്ന്. നമുക്ക് ഇതേ ടോപ്പിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മാറ്റി അങ്ങനെ ഒരു ക്വസ്റ്റ്യന് തന്നെ പല രൂപഭാവങ്ങൾ അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ഏരിയാസ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും കുട്ടികൾ എൻക്വയറി ചെയ്തൊരു കാര്യമാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന്. ഇംഗ്ലീഷിന് അങ്ങനെ ക്വസ്റ്റ്യൻസിന് ദാരിദ്ര്യമൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഉള്ളത് കാരണം നമുക്ക് അങ്ങനെ വരുന്ന ചോദ്യങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഒരു ക്വസ്റ്റ്യന് തന്നെ പല രൂപത്തിലും പല ഭാവത്തിലും പ്രസന്റ് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. അപ്പൊ നമുക്ക് കുറച്ച് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കുറച്ച് അങ്ങനത്തെ ടോപ്പിക്സും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. First question. A woman with literary or intellectual interest used to be referred to as dash. ലിറ്റററി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഇൻട്രസ്റ്റുകളുള്ള സ്ത്രീകളെ നമ്മൾ ഏത് പേര് പറഞ്ഞാണ് അവരെ അഭിസംബോധന ചെയ്തിരുന്നത്? യെല്ലോ ബെയിൻ, ബ്ലാക്ക് വിഡോ, ബ്ലൂ സ്റ്റോക്കിംഗ്സ്, വൈറ്റ് ഹാർട്ട്. സാഹിത്യപരമായിട്ട് അല്ലെങ്കിൽ ഇന്റലക്ച്വലി താല്പര്യമുള്ള സ്ത്രീകളെ വിളിച്ചിരുന്ന ആ ഒരു ടേം എന്ന് പറയുന്നത് ബ്ലൂ സ്റ്റോക്കിംഗ്സ് എന്നാണ്. ബ്ലൂ സ്റ്റോക്കിംഗ്സ് എന്നാൽ 18ാം സെഞ്ചുറിയിൽ ബ്ലൂ സ്റ്റോക്കിംഗ് സൊസൈറ്റിയുടെ മെമ്പർ ആയിരുന്ന വിദ്യാസമ്പന്നരായിരുന്ന അതേപോലെ സാഹിത്യപരമായിട്ടും ഇന്റലക്ച്വൽ പരമായിട്ടും ഇൻട്രസ്റ്റ് ഉള്ള സ്ത്രീകളെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ടേമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിറ്റററി ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് ടേംസും കാര്യങ്ങളും അതുപോലെ കുറച്ച് ക്ലബ്ബുകള്, സ്ക്രിബ്ലേഴ്സ് ക്ലബ്ബ്, അങ്ങനത്തെ കുറച്ച് ക്ലബ്ബുകള്, അതുപോലെ കോഫി ഹൗസ്, അങ്ങനത്തെ കുറച്ച് ടേംസും ആ ഗ്രൂപ്പ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ പറയുന്ന ടേംസ്, ഗ്രൂപ്പ്സ്, അതിലെ മെമ്പേഴ്സ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പ്രീ റാഫലൈറ്റ് ഗ്രൂപ്പ്സ്, അതേപോലെ പ്രീ റാഫലൈറ്റ്സ് ഇറക്കിയിരുന്ന പീരിയോഡിക്കൽസിന്റെ പേര്, മൂവ്മെന്റ് ഗ്രൂപ്പിന്റെ പീരിയോഡിക്കലിന്റെ പേര്, അല്ലെങ്കിൽ അവരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രത്യേകമായ വാക്കുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഹിസ്റ്ററി പരിശോധിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ട് മാറുന്നതായിരിക്കും. Who among the following was a towering neoclassical critic as well as the compiler of a dictionary? സെറ്റിനും കേറ്ററ്റിനും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. ഒരു ഡിക്ഷണറി നമുക്കറിയാം, ഡോക്ടർ ജോൺസൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ അത്രയും വലിയൊരു ഫിഗറാണ്. അതുകൊണ്ടായിരിക്കാം പല പ്രാവശ്യം പല രീതിയിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഈ രീതിക്കും മറ്റു രീതിക്കുമായിട്ട് ഈ ചോദ്യം വരാറുണ്ട്. I fall upon the thorns of life, I bleed as a line from the poem. ഇത് ഏത് പോയത്തിലെ ലൈനാണ്? ഓ ടു ദ വെസ്റ്റ്ബീറ്റ്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്ഥിരം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും പോയത്തിന്റെ ബിഗിനിങ് ലൈനോ അല്ലെങ്കിൽ ആ പോയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രേസോ പരീക്ഷയ്ക്ക് ചോദ്യമായി കാണാറുണ്ട്. സോ നിങ്ങൾ പോയട്രി പഠിക്കുന്ന സമയത്ത് എസ്പെഷ്യലി നിങ്ങൾ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. Prepare the list of a number of writers, important writers, ആ important writersന്റെ important works, അതിൽ poems ഉണ്ടെങ്കിൽ അതിന്റെ beginning line, closing line, ആ പോയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന phrase, ഇതിന്റെ ഒരു ലിസ്റ്റ് തന്നെ നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചു വെച്ച് പ്രിപ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. Heaven lies about us in our infancy is a line from Heaven lies about in our infancy. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻ ആണല്ലേ. ആൻഡ് ഈ ലൈൻ എഴുതിയത് ഷെല്ലി, ബ്രൗണിംഗ്, ടെന്നസൺ, വേർഡ്സ്വർത്ത്. നമുക്കൊരു സംശയവും ഇല്ല, വേർഡ്സ്വർത്ത് ആണ്. കാരണം കുട്ടിക്കാലത്തെ ഓർമ്മകൾ അത്രമേൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു എഴുത്തുകാരനാണ് വേർഡ്സ്വർത്ത്. നമ്മുടെ റൊമാൻറ്റിക് ഏജിന്റെ മാനിഫെസ്റ്റോ നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ്വർത്തിന്റെ ഏത് പോയത്തിലെ ലൈനാണിത്? യെസ്, ഓഡ് ഇന്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന പോയത്തിലെ ലൈനാണ് ഹെവൻ ലൈസ് ഇൻ അവർ ഇൻഫാൻസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളില് സ്വർഗത്തിന്റെ അല്ലെങ്കിൽ നന്മയുടെ ആ ഒരു ഇമേജ് ഉണ്ടായിരിക്കുമെന്നും പിൽക്കാലങ്ങളിൽ നമ്മൾ മുന്നോട്ടേക്ക് ജീവിക്കുമ്പോൾ ഭൂമിയിലെ എക്സ്പീരിയൻസുകളുമായി സഫ്യൂസ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ഭൂമിയിലെ എക്സ്പീരിയൻസുകളുമായി ഇടകലർന്ന് ഈ ഓർമ്മകൾ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമെന്നും അദ്ദേഹം പറയുന്നു. ഒരു കുഞ്ഞ് അവന്റെ
ബോയ്ഹുഡിലേക്കും അഡൾട്ട്ഹുഡിലേക്കും മാൻഹുഡിലേക്കും മുന്നേറുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും കുഞ്ഞായിരിക്കുന്ന അവന്റെ ആ നിഷ്കളങ്കതയിൽ ഉണ്ടായിരുന്ന സ്വർഗീയ ഭാവം എവിടെയൊക്കെയോ നശിച്ചു പോകുന്നതായിട്ട്. എത്ര ഭംഗിയായിട്ടാണ് ഒരു പിഞ്ചു കുഞ്ഞ്, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു പിഞ്ചു കുഞ്ഞെന്ന് പറഞ്ഞ നിഷ്കളങ്കതയുടെ ഏറ്റവും ബെസ്റ്റ് ഒരു ഇമേജ് ആണ് എന്ന് പറയുന്ന കാര്യം അതിലും മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞേക്കുവാണ് അല്ലെ. അപ്പോൾ ഇങ്ങനത്തെ വളരെ യുണീക്ക് ആയിട്ടുള്ള വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ലൈൻസ് ഒക്കെ നമുക്ക് ലിറ്ററേച്ചറിലുണ്ട്. ഈ ലൈൻസ് ഒക്കെ വായിക്കുമ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷ് സാഹിത്യം അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത്, മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സാഹിത്യം എന്ന് പറയുന്നത് എത്രത്തോളം റിച്ച് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എസ്പെഷ്യലി പ്രധാനപ്പെട്ട റൈറ്റേഴ്സ്, അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്, ആ വർക്ക്സിലെ ഇമ്പോർട്ടൻ്റ് ലൈൻസ് ഇതൊക്കെ പഠിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. ഇത് ചോദിക്കാറുണ്ട്. The depiction of women from a patriarchal point of view in visual arts can be called dash. ഇത് ലോറ മുൽവയുടെ വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ എന്ന് പറയുന്ന ആ എസ്സിക്കകത്താണ് ലോറ മുൽവെ ഈ ഒരു കൺസെപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് മെയിൽ ഗെയ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. ഗെയ്സ് എന്ന് പറയുന്നത് തുറിച്ചു നോട്ടമാണ്. മെയിൽ ഗെയ്സ് എന്ന് പറയുമ്പോൾ ഫിലിം അല്ലെങ്കിൽ മീഡിയയിലെല്ലാം സ്ത്രീകളെ പ്രസന്റ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് എങ്ങനെ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിക്ക് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമോഡിറ്റി ആയിട്ടാണ് സ്ത്രീകളെ പ്രസന്റ് ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് ലോറ മുൽവെ ഈ ഒരു കൺസെപ്റ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തരുന്നത്. സോ വിഷ്വൽ പ്ലഷർ ഇൻ നറേറ്റീവ് സിനിമ കേറ്റഡ് കാറ്റഗറി 3യുടെ ഭാഗമായിട്ട് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട ഒരു എസ്സെ തന്നെയാണ്. കാരണം അത്രമേൽ നമുക്ക് ഫിലിം സ്റ്റഡീസ് നമുക്കുടെ സിലബസിന്റെ ഒരു ഭാഗമായിട്ട് ഫിലിം കൺസെപ്റ്റ്സുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനോട് ചേർന്ന് പോകുന്ന ഒരു എസ്സെ ആയത് കാരണം ഈ എസ്സെ ഒരു മസ്റ്റ് റീഡ് എസ്സെ ആണ്. Next question. The restoration refers to the period following the. നമുക്ക് ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണ്. സോ പീരിയഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ്? റെസ്റ്റോറേഷൻ ഏജിന് ശേഷം വരുന്ന ഏജ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം എലിസബത്തിൻ, ജക്കോബിയൻ, കാരോലിൻ, കോമൺവെൽത്ത്. അപ്പൊ ചാൾസിന്റെ കാലഘട്ടമാണ് റെസ്റ്റോറേഷൻ ഏജ് എന്ന് പറയുന്നത്. അതിനുശേഷം വന്ന ഏജ് ഏതാണ്? കോമൺവെൽത്ത് പീരീഡ് ആണ്. സോ റെസ്റ്റോറേഷൻ ഏജിന് ശേഷം വരുന്ന ഏജ് എന്ന് പറയുന്നത് കോമൺവെൽത്ത്. ഈ ഒരു ക്വസ്റ്റ്യൻ പോലത്തെ മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ restoration refers to the restoration of monarchy when Charles II was restored to the throne of England following an 11-year Commonwealth. അതിനുശേഷം ഒരു 11 വർഷ കാലഘട്ടം ഒലിവർ ക്രോംവെല്ലിന്റെ കാലഘട്ടമായിരുന്നു. നമ്മൾ അതിനെ കോമൺവെൽത്ത് പീരീഡ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോ ഏജിന് ശേഷമോ അല്ലെങ്കിൽ ഓരോ ഏജിന്റെ അകത്ത് വരുന്ന സബ് കാറ്റഗറി, ഈ എലിസബത്തിൻ, ജക്കോബിയൻ, കാരോലിൻ എന്ന് പറയുന്നത് റിനൈസൻസ് ഇറയുടെ സബ് കാറ്റഗറീസ് ആണ്. അടുത്തത് ഗ്രാൻഡ് നറേറ്റീവ് എസ് എ ടേം കോയിൻഡ് ബൈ. ഗ്രാൻഡ് നറേറ്റീവ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? ഇവിടെ ഒരു ടേം കോയിൻ ചെയ്ത ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് നെക്സ്റ്റ് ടൈം ഗ്രാൻഡ് നറേറ്റീവ് ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ടേംസോ കൺസെപ്റ്റ്സോ കോയിൻ ചെയ്തത് ആരാണെന്ന് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. സോ ഗ്രാൻഡ് നറേറ്റീവ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ലോട്ടാർഡ് ആണ്. ഗ്രാൻഡ് നറേറ്റീവ് അല്ലെങ്കിൽ മാസ്റ്റർ നറേറ്റീവ് ടേം it's a term introduced by Jean Francis Lyotard in his classic 1979 work The Postmodern Condition, a Report on Knowledge. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ ഗ്രാൻഡ് നറേറ്റീവിന്റെ മറ്റൊരു പേര് ചോദിക്കാം, അല്ലെങ്കിൽ മാസ്റ്റർ നറേറ്റീവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ചോദിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം വേണമെങ്കിൽ ഗ്രാൻഡ് നറേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ലോട്ടാർഡ് ഏത് വർക്കിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ക്വസ്റ്റ്യൻ വരാം. മാറി മാറി നമുക്ക് ഒരേ സാധനങ്ങൾ തന്നെ നമുക്ക് പല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. T.S. Eliot introduces the theory of objective correlativity in the essay. T.S. Eliotന്റെ ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റിവിറ്റി പറയുന്ന കൺസെപ്റ്റും പല പ്രാവശ്യം പല രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന് പറയുന്ന എസ്സേയിലാണ് T.S. എലിയറ്റ് ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ T.S. എലിയറ്റിന്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലം എന്ന് പറയുന്ന 1919 എസ്സേയിലാണ് എലിയറ്റ് കൊണ്ടുവന്നത്. എലിയറ്റ് പറയുന്ന കാര്യം എന്താണ്? The only way to express emotions in the art is to use a set of objects, situation or a chain of events that evokes the same emotions experience in the audience. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനോട്
യോജിച്ചു പോകുന്ന ഒബ്ജക്റ്റുകൾ നമ്മൾ പറയില്ലേ സ്റ്റേജിൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാന്ന് പറയില്ല അതേപോലെ. പക്ഷെ അക്കോർഡിംഗ് ടു ടി.എസ്. എലിയറ്റ് ഹാംലെറ്റ് ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിൽ ദ വർക്ക്സ് ലാക്സ് ഒബ്ജക്റ്റീവ് കോറിലേറ്റിവിറ്റി എന്നാ പറയുന്നത്. ഇതുണ്ടോ വേറെ രീതിക്ക് ചോദിച്ചേക്കുവാണ് ഹു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. ഇറ്റ്സ് ടി.എസ്. എലിയറ്റ്. ലിംഗ്വിസ്റ്റിക്സുമായി കണക്ട് ചെയ്ത ചോദ്യങ്ങൾ വരാറുണ്ട്. ഹു കോയിൻ ദ ടേം സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്ന് പറയുന്ന ടേം ആരാണ് കോയിൻ ചെയ്തത്? ഫെർഡിനാൻഡ് ഡി സ്വഷ്വർ ആണ് ഈ ഒരു ടേം കോയിൻ ചെയ്തത്. അതിനകത്ത് സിഗ്നിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വസ്തുവിന്റെ ഫിസിക്കൽ ഫോം ഒരു സൈൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഫോം അല്ലെങ്കിൽ സൗണ്ട് പിക്ചറോ അങ്ങനെ എന്തെങ്കിലും ആകാം. അതാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു മെന്റൽ റെപ്രസെന്റേഷൻ ആണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. സോ ലിംഗ്വിസ്റ്റിക്സുമായി കണക്ട് ചെയ്ത് പോകുന്ന ടേംസ് ആൻഡ് കൺസെപ്റ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മളിപ്പോൾ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് കണ്ടു. നെക്സ്റ്റ് ഇനി ലാംഗ്വേജ് പരോളും ചോദിക്കാം, കോമ്പിറ്റൻസും പെർഫോമൻസും ചോദിക്കാം, ഇല്ലെങ്കിൽ മൾട്ടിലിംഗ്വലിസം, ബൈലിംഗ്വലിസം, ഡയലക്റ്റ്, പിജിന്, ക്രയോള് എന്ത് വേണമെങ്കിലും ചോദ്യങ്ങളായിട്ട് വരാം. അടുത്തത് ആർട്ടിക്കുലേഷൻ ഓഫ് സൗണ്ട്സ് ആൻഡ് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോണറ്റിക് സൗണ്ട്സ് ആർ എക്സാമ്പിൾസ് ഓഫ് പ്ലോസീവ്സ് ആണ്. The practice of alternating between two or more languages or varieties of languages in a conversation. ഒരു കോൺവെർസേഷനിൽ തന്നെ സംസാരിക്കുന്ന സ്പീക്കർ ഒരു ലാംഗ്വേജിൽ നിന്നും മറ്റൊരു ലാംഗ്വേജിലേക്ക് ഓൾട്ടർ ചെയ്ത് സ്വാപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന്റെ പേരാണ് കോഡ് സ്വിച്ചിങ്. A linguist who states that children have the innate biological ability to learn language. നോം ചോംസ്കിയുടെ ലാഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടായി പറയുന്നത്. അപ്പൊ ചോംസ്കി നെക്സ്റ്റ് ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാം, ലാഡിന്റെ ഫുൾ ഫോം ചോദിക്കാം, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അല്ലെങ്കിൽ നോം ചോംസ്കിയുടെ ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ചോദിക്കാം. എന്താണ്? എവറി ഇൻഡിവിജ്വൽ ഇസ് ബോൺ വിത്ത് സം ഇനേറ്റ് കപ്പാസിറ്റി ടു ലേൺ ലാംഗ്വേജ്. അപ്പൊ നമ്മൾ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ ആ ഒരു ചോദ്യം മാത്രം പഠിക്കാണ്ട് അതിനെ ഏതൊക്കെ രീതിക്ക് ഓൾട്ടർ ചെയ്ത് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഓപ്ഷൻസിൽ നിന്ന് മറ്റു ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് വേണം ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, full-fledged vernacular language, such as those developed in colonial European plantation settlements as a result of contact between groups that spoke mutually unintelligible language are known by the term Pidgin, Creole, Cant, Cantonese. നമ്മള് ലിംഗ്വിസ്റ്റിക്സ്, നമ്മള് ലാംഗ്വേജ് ടീച്ചേഴ്സ് അല്ലെ, സാഹിത്യം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ടുള്ള നമ്മള് ലാംഗ്വേജ് ടീച്ചേഴ്സ് ആണ്, നമ്മൾ ഭാഷ പഠിപ്പിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജിന് എത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് നമ്മുടെ സെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ലിംഗ്വിസ്റ്റിക്സിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അതിൽ ലിംഗ്വിസ്റ്റിക്സിലെ കീ ടേംസ് പിജിൻ, ക്രയോള്, ഡയലക്റ്റ്, രജിസ്റ്റർ, ലാങ്, പരോള്, കോമ്പിറ്റൻസ്, പെർഫോമൻസ്, ഇങ്ങനത്തെ കുറെ എക്സ്പാൻഡഡ് പിജിൻ, അങ്ങനത്തെ കുറേ ടേംസ് എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഈ ചോദ്യം ഉത്തരം നമുക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചോദ്യവും നമുക്ക് പരിചിതമാണ്, പക്ഷെ അതിനെ മറ്റൊരു ഭാവത്തിൽ അവതരിപ്പിച്ചേക്കുവാണ്. full-fledged vernacular language such as those developed in colonial plantation settlement സമയത്ത് as a result of contact between two groups, അതിന്റെ റിസൾട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ലാംഗ്വേജ്. നമുക്ക് രണ്ടിടത്തേക്ക് അതിന്റെ ആൻസർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പിജിൻ അല്ലെങ്കിൽ ക്രയോൾ. പക്ഷെ നമുക്ക് പിജിൻ ആണോ ക്രയോൾ ആണോ എന്ന് വ്യക്തമാക്കി തരുന്നത് full-fledged vernacular language എന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. Pidgin എന്നാൽ are born out of need for people to communicate without speaking a common language. പരസ്പരം സംസാരിക്കാനായിട്ട് അവർക്കൊരു കോമൺ ലാംഗ്വേജ് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഡെവലപ്ഡ് ആകുന്ന ലാംഗ്വേജിനാണ് നമ്മൾ പിജിൻ എന്ന് പറയുന്നത്. Creole is a language that has evolved from contact between a European language and a local language. Creole എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു നോർമൻ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകൾ തമ്മിൽ
മിങ്കിൾ ചെയ്യുമ്പോൾ ഡെവലപ്ഡ് ആകുന്നതാണ്. മോസ്റ്റ്ലി ക്രയോൾസ് എമോർജ് ചെയ്യുന്ന സ്ലേവ് ട്രേഡിന്റെ ഒക്കെ ഫലമായിട്ടാണ് നമുക്ക് വെസ്റ്റ് ഇൻഡീസിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള ഈ പറയുന്ന കോളനൈസേഷന്റെ ഭാഗമായിട്ട് ക്രയോൾ ലാംഗ്വേജുകൾ ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോഴും നമുക്കിവിടെ ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്നില്ല അല്ലെ? കാരണം എന്താണ്, അവിടെ പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് വന്ന ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമുക്ക് പിജിൻ ആണോ എന്ന് സംശയിക്കാം. കാരണം എന്താണ്, ഒരു കോമൺ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യാൻ ഇല്ലാത്ത സിറ്റുവേഷനിലാണല്ലോ പിജിനും സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് കൃത്യമായി എത്താനായിട്ട് സാധിക്കുക? അതിന് നമുക്ക് പിജിനും ക്രയോളും തമ്മിലുള്ള ഡിഫറൻസ് അറിയണം. Pidgin, which has a very limited vocabulary, എന്നാൽ ക്രയോൾ have an extensive developed vocabulary ആണ് ക്രയോളിനുള്ളത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ ഒരു പോയിന്റ് നമുക്ക് അവിടെ വ്യക്തമായി കഴിഞ്ഞു. ഫുൾ ഫ്ലെഡ്ജ്ഡ് vocabulary എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലിമിറ്റഡ് vocabulary ഉള്ളത് പിജിൻ ആണ്. ക്രയോളിനുള്ളത് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള vocabulary ആണ്. ആൻഡ് പിജിൻ ഹാസ് എ വെരി സിമ്പിൾ ഗ്രാമർ ആൻഡ് ക്രയോൾ ഹാവ് an extensive form of grammar. ആൻഡ് പിജിൻ എന്ന് പറയുന്നത് സിംപ്ലിഫൈഡ് സെന്റൻസും ഫ്രേസ് സ്ട്രക്ചറും ഒക്കെയാണ്. കാരണം സിംപ്ലിഫൈഡ് ലാംഗ്വേജ് സ്ട്രക്ചർ ആണ് പിജിൻ ഫോളോ ചെയ്യുന്നത്. എന്നാൽ ക്രയോൾ ഫോളോ ചെയ്യുന്നത് നേറ്റീവ് ലാംഗ്വേജ് ഹാവ് ഡിറൈവ്ഡ് ഫ്രം പിജിൻസ്. ധാരാളം നേറ്റീവ് ലാംഗ്വേജ് പിജിനിൽ നിന്നും എത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് ക്രയോൾ എന്ന് പറയുന്നത്. Not typically a native language of any country but spoken as a second language. ഒരു കൺട്രിയുടെയും ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് പിജിൻ മാറുന്നില്ല. പിജിൻ എപ്പോഴും ഒരു സ്പോക്കൺ ലാംഗ്വേജിൽ നിൽക്കുന്നുണ്ട്. ക്രയോളിനെ നമ്മൾ കാണുന്നത് എപ്പോഴും ഒരു വെർണാക്കുലർ ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ ക്രയോളിനെ കാണുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫുൾ ഫ്ലെഡ്ജ്ഡ് വെർണാക്കുലർ ലാംഗ്വേജ്, നമ്മുടെ രണ്ട് പോയിന്റ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെ? ക്രയോളിന് ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു ഗ്രാമർ സ്ട്രക്ചറും ഒരു ഡെവലപ്ഡ് വൊക്കാബുലറിയും ഉണ്ട്. ആൻഡ് ക്രയോൾ എപ്പോഴും ഒരു വെർണാക്കുലർ ലാംഗ്വേജ് ആണ്. ക്രയോൾ എപ്പോഴും ഒരു യൂറോപ്യൻ കൊളാബറേഷനുമായി ഡെവലപ്പ് ചെയ്ത് വരുന്ന ലാംഗ്വേജ് ആണ്. സോ ആൻസർ ക്രയോൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലിംഗ്വിസ്റ്റിക്സിന്റെ ടേംസ്, കീ ടേംസ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കീ ടേംസ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് കിട്ടും. അതിനെ നിങ്ങൾ എന്താ പറയുക, ഉൾട്ടാ പുൾട്ട തിരിച്ചും മറിച്ചും എങ്ങനെയൊക്കെ ചോദിച്ചാലും അതിന്റെ ആൻസറിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം. അതുപോലെ ഈ ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എഴുത്തുകാര്, അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ്, അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്, അവർ നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ടേംസ്, അങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ ഒരു ലിസ്റ്റ് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. Okay, hope you all like this video. Thank you.